بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ അനിഷേധ്യനായ അമരക്കാരനും കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിക്കു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയുമായ ഉസ്താദ് ഷേഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർകളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മർക്കസ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കു വേണ്ടി അഹോരാത്രം പാടുപെടുകയും അതിന്റെ ഫലം പ്രകടമാകുമാറ് പ്രൗഢോജ്വലമായ നേതൃത്വം അവക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പണ്ഡിത ശ്രേഷ്ഠരായ മഹത് വ്യക്തികളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മർക്കസിന്റെ അഭ്യുദയകാംക്ഷികളെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. എന്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാളും തുണക്കാതില്ലാതിരുന്ന ഒരു കാലത്ത് ഞാൻ പരിഗണിക്കപ്പെടേണ്ട ഒരു ഘടകം പോലുമല്ല എന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമയത്ത് ഒരാൾ തന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ദാഹിച്ചു വലഞ്ഞ ഘട്ടത്തിൽ ഒരു തണലിനു വേണ്ടി തേടിയ സന്ദർഭത്തിൽ ഒരിറ്റു വെള്ളവുമായി, ഒരു തണൽ വൃക്ഷമായി എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഷേഖുന AP അബൂബക്കർ മുസ്ലിയാർ അവർകളെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അവിടെ നിന്നായിരുന്നു തുടക്കം. പിന്നീട് ഏൽപ്പിച്ച ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി. എന്റെ കഴിവുകൊണ്ടല്ല, നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പ്രാർത്ഥന കൊണ്ട്, എത്രയോ മനുഷ്യരുടെ മനം നൊന്ത പ്രാർത്ഥന കൊണ്ട് 2006 നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ആരും ജയത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. നല്ല മത്സരം കാഴ്ചവെക്കാനാകും എന്നേ കരുതിയിരുന്നുള്ളൂ.
വിജയസാധ്യത വളരെ വിദൂരമായിരുന്ന ഒരു ഘട്ടത്തിൽ അസാധ്യമായത് സാധ്യമാക്കാൻ ഒരുപാട് ആളുകൾ ഒത്തുകൂടിയിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, അസാധ്യമായതിനെ സാധ്യമാക്കാൻ മുട്ടിയ വാതിലുകളിൽ പലതും അടഞ്ഞു തന്നെ കിടന്നു. ചില വാതിലുകൾ തുറന്നു. പ്രസരിക്കുന്ന മുഖവുമായി ഒരു പ്രകാശഗോപുരം കണക്കെ മർക്കസിന്റെ വാതിലുകൾ തുറന്നപ്പോൾ അന്നെനിക്ക് ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃപാഠവും ഇത്യാദി കാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള അതീവ തൽപരതയും മനസ്സിലാക്കാനായി. അദ്ദേഹവും അന്ന് ചോദിച്ചു, ജയിക്കുമോ എന്ന്. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തന്നെ ആ ചോദ്യത്തിന് മറുപടി നൽകി, ജയിക്കും, ധൈര്യമായി പോയിക്കോളൂ. ആ വാക്കുകൾ പകർന്ന ഊർജമായിരുന്നു പിന്നീട് പോരാട്ട ഭൂമികയിൽ ആവേശത്തോടെ മുന്നേറാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. പണ്ട് എവിടെയോ പഠിച്ച, മറന്നുപോയ ജബലുത്താരിഖ് താരിഖ് ബിൻ സിയാദ്, ആ വലിയ പോരാളിയുടെ വാക്കുകളായിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ മനസ്സ് നിറയെ. ഒരു കപ്പലിൽ പടയാളികളുമായി വന്ന താരിഖ് ബിൻ സിയാദ് പടയാളികൾ കാണെ കപ്പൽ കത്തിച്ചു. എന്നിട്ട് പടയാളികളോട് പറഞ്ഞു, രണ്ട് മാർഗമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ. ഒന്ന്, പൊരുതി ജയിക്കുക, അതല്ലെങ്കിൽ പിന്തിരിഞ്ഞോടി കടലിൽ മുങ്ങിച്ചാവുക. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. താരിഖ് ബിൻ സിയാദിന്റെ ആ വാക്കുകൾ ആ തെരഞ്ഞെടുപ്പിലുടനീളം എന്റെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ സജീവമായ പ്രവർത്തനവും പ്രാർത്ഥനയും കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ അക്കരെ പറ്റാൻ സാധിച്ചു. അതേ തുടർന്നുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തനം പിന്നീട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി. എല്ലാ സന്ദർഭങ്ങളിലും മർക്കസുമായി ആത്മബന്ധം നിലനിർത്തി. ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാരുമായി അടുത്തിടപഴകി. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ ശ്രമിച്ചു. എല്ലാമായി എന്നെനിക്ക് തന്നെ ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ അതിനുവേണ്ടി യത്നിച്ചു എന്ന് നിങ്ങളെ ഏവരെയും സാക്ഷിയാക്കി നിസ്സംശയം ഒരു മനസാക്ഷിത്വമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഒരു ജീവൽ മരണ പോരാട്ടത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. ന്യൂനപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് കൊടുങ്കാറ്റായത് എന്ന് 2006 കണ്ടു. 10 വർഷങ്ങൾക്ക് ശേഷം 2016 അതെങ്ങനെ കൊടുങ്കാറ്റായി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു വലിയ ഉത്തരവാദിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM-ഉം സഖാവ് പിണറായി വിജയനും
എന്റെ ചുമലിൽ ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തം സത്യസന്ധമായി, നീതിയുക്തമായി, അഴിമതിരഹിതമായി നിർവഹിക്കുവാൻ എനിക്ക് ശേഷിയും മനസ്സാന്നിധ്യവും ഉണ്ടാവേണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നിങ്ങളോട് അതുമാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനും ആവശ്യപ്പെടാനുമുള്ളൂ. പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം കിട്ടും എന്ന് എനിക്കുറപ്പുണ്ട്. 2006 തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് ഞാനൊരു 2 മണിയായി കാണും തലേ ദിവസം വീട്ടിലെത്തി കിടന്നിട്ട്. 4 മണിക്ക് വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു. ഞാൻ ഉറക്കച്ചടവ് മാറാതെ കതകുകൾ തുറന്നു നോക്കിയപ്പോ അപരിചിതരായ ഒരു സംഘം ആളുകൾ, തൂവെള്ള വസ്ത്രം ധരിച്ച, തലപ്പാവണിഞ്ഞ ചെറുപ്പക്കാരുടെ ഒരു സംഘം. ഒരാളെ മാത്രമേ എനിക്കതിൽ മുഖപരിചയമുണ്ടായിരുന്നുള്ളൂ. ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളാണ് അവർ എന്ന് എനിക്കവരെ കണ്ടപ്പോൾ തന്നെ ബോധ്യമായി. അവർ വീട്ടിലെ കൊലായയിലിരുന്ന് പ്രാർത്ഥിച്ചു. സുബഹി ബാങ്ക് കൊടുത്തപ്പോ ഒരു കട്ടൻ ചായ മാത്രം അവർ ചോദിച്ചു. ഭാര്യയെ വിളിച്ചുണർത്തി അവർക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു. അവർ എല്ലാം ശുഭകരമായി അവസാനിക്കും എന്ന് പറഞ്ഞ് യാത്രയായി. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥനയുടെ ശക്തി. എല്ലാവരുടെയും നിസ്സീമമായ പ്രവർത്തനവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഒത്തുചേർന്നപ്പോൾ ഒരിക്കലും കഴിയില്ല എന്ന് കരുതിയിരുന്നത് സാധ്യമാക്കി. നമുക്ക് പിന്നിലെന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് അധികം ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഓർത്തത് പിന്നിട്ട വഴികൾ ഓർമ്മിക്കണം എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് പിന്നിടാനുള്ള വഴി എത്രയോ ദൂരമുണ്ട്. നോക്കെത്താ ദൂരം ഇനിയും പിന്നിടാനുണ്ട്. നമുക്ക് നമ്മളുടെ നാടിന്റെ, സമൂഹത്തിന്റെ, സമുദായത്തിന്റെ പൂവണിയാത്ത സ്വപ്നങ്ങൾ പൂവണിയിക്കുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ആ വഴിയിൽ ഒരു വിളക്കുമാടമായി ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാകും എന്നെനിക്കുറപ്പാണ്. മർക്കസും അനുബന്ധ സ്ഥാപനങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അപരിചിതമല്ല, വളരെ വളരെ സുപരിചിതമാണ്. ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ എത്തിയത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്. ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ ചില കാര്യങ്ങൾ സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല, സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ല. കേരളത്തിന്റെ മതനിരപേക്ഷത നിലനിർത്താൻ അനിവാര്യമായും സർക്കാർ ഇടപെടേണ്ട ചില കാര്യങ്ങളിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധയെ ക്ഷണിച്ചു. നമുക്കറിയാം, ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നതിന്, വിശിഷ്യ മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നതിന്
പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ഒരു നിരോധനം കൊണ്ടുവന്നിരുന്നു. മലബാറിൽ നടന്ന മാപ്പിള കലാപങ്ങൾ മുഴുവൻ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ള ബ്രിട്ടീഷ് സാഹിബ് എസ് എൽ സ്ട്രേഞ്ചിന്റെ നിഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളായ പള്ളികൾ നിർമ്മിക്കാൻ യഥേഷ്ടം അനുവദിച്ചുകൂടാ. അങ്ങനെ ആരെങ്കിലും പള്ളികൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ സായിപ്പായിരുന്ന ബ്രിട്ടീഷ് കളക്ടറുടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങണം. അതുകൊണ്ട് പള്ളികൾ നിർമ്മിക്കാൻ ഒരുപാട് കാലം കഴിഞ്ഞില്ല. മലബാറിൽ സ്വാതന്ത്ര്യം 1947 കിട്ടി. 57 വരെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതുവരെ മദിരാശി സർക്കാരിന്റെ കീഴിലായിരുന്നു മലബാർ. ആ 10 വർഷം ഭരിച്ചിരുന്ന ഗവൺമെന്റ് ആ നിയമത്തെക്കുറിച്ച് മൗനം അവലംബിച്ചു. 1957 കേരളം രൂപം കൊണ്ടതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റിന് പിന്നിട്ട 10 വർഷത്തിൽ മതനിരപേക്ഷ സർക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗവൺമെന്റ് പള്ളികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകാമായിരുന്നു. ആ നിയമം കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. അതിനു പകരം ആ നിയമം അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു. മാപ്പിള ഔട്ട്റേജസ് ആക്ട്, മാപ്പിളമാർ സംഘം ചേരുന്നതും യോഗം ചേരുന്നതും വരെ നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തി. മലബാറിൽ അമ്പരച്ചുംബികളായിട്ടുള്ള പള്ളികൾ ഇന്ന് കാണുന്നു എങ്കിൽ അന്നത്തെ ആ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഈ സാഹചര്യത്തിലേക്ക് നമുക്ക് നടന്നെത്താൻ വേണ്ടി സാധിച്ചത് എന്ന് ഓരോരുത്തർക്കും നിശ്ചയമുള്ള കാര്യമാണ്. ആ നിയമം പുനർജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 5 വർഷം അർത്ഥഗർഭമായ മൗനം അവലംബിച്ചു. അതുമായി ബന്ധപ്പെട്ട് എത്രയോ പള്ളികൾക്ക് നമ്പർ കിട്ടാതെ കിടക്കുന്നുണ്ട് കേരളത്തിൽ. ഇതിനൊരു പരിഹാരമുണ്ടാക്കണം എന്നതായിരുന്നു ഷേഖുന AP അബൂബക്കർ മുസ്ലിയാർ സർക്കാരിന്റെ മുന്നിൽ വെച്ച ആദ്യത്തെയും അവസാനത്തെയും കാര്യം. അത് സംബന്ധമായി ഒരു തീരുമാനം സർക്കാർ എടുക്കും. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നതിന് അപ്രഖ്യാപിതമായി നിലനിൽക്കുന്ന വിലക്ക് ഗവൺമെന്റ് നീക്കും. ഏതെങ്കിലും സംഘടനകളോ ഏതെങ്കിലും വർഗീയ പിന്തിരിപ്പൻ ശക്തികളോ ഉമ്മാക്കി കാണിച്ചാൽ മുട്ടുകുത്തിപ്പോകുന്ന ഒരു ഗവൺമെന്റ് അല്ല കേരളത്തിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. IS ഭീകരതയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നു സമീപകാലത്ത്. കേരള നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, പറഞ്ഞ വാക്കുകൾ എന്തുമാത്രം ആത്മവിശ്വാസമാണ് നമുക്കൊക്കെ പകർന്നു നൽകിയത്. നിയമസഭാംഗമായിരുന്നിട്ടും മന്ത്രിയായിരുന്നിട്ടും ആ പ്രസ്താവനയുടെ കരുത്ത് പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിന് അതിരുകളില്ലായിരുന്നു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോലുള്ള ഒരാളുടെ സ്ഥിതി ഇതാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ സ്ഥിതി എന്താകും? ആ പ്രസ്താവന കേട്ടപ്പോൾ അങ്ങനെ ശഠിച്ച് പറയാൻ, ഏത് പ്രതിസന്ധിയിലും കൂടെയുണ്ടാകും എന്നുള്ള സന്ദേശം നൽകാൻ കഴിവും ചെങ്കൂറ്റവും നട്ടെല്ലുമുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായി
പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരം തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ശേഷം മടിയില്ല. നേടിയ നേട്ടങ്ങളെക്കുറിച്ചല്ല, നേടാനിരിക്കുന്ന നേട്ടങ്ങളെ അത്യുത്സാഹപൂർവം തേടുന്ന അന്വേഷണ കുതുകികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. എന്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടാർന്നു എന്ന് പറഞ്ഞ് മേനി നടിക്കലല്ല നമ്മളുടെ ഉത്തരവാദിത്വം, ചുമതല. നേടിയതിനെക്കുറിച്ച് അഭിമാനിക്കണം, പക്ഷേ നേടാനിരിക്കുന്നവയെക്കുറിച്ച് അത്യുത്സാഹപൂർവം തേടിക്കൊണ്ടേയിരിക്കണം. ശൈഖുന എ പി അബൂബക്കർ മുസ്ലിയാർ നാടിനും സമൂഹത്തിനും സമുദായത്തിനും എന്താണിനി നേടാനുള്ളത്, അവയെക്കുറിച്ചുള്ള തീക്ഷ്ണമായ അന്വേഷണത്തിന്റെ വഴിയിലാണ്. ആ വഴിയിലൂടെയുള്ള നടത്തമാണ് ചരിത്രത്തെ പുനഃസൃഷ്ടിച്ചിട്ടുള്ളത്, കാലത്തെ പുനഃസംവിധാനിച്ചിട്ടുള്ളത്. നേടാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നത് നേടിയെടുക്കാൻ ഒരു ജനതയ്ക്ക് പ്രചോദനവും ആവേശവും ആയത്. തീർച്ചയായും മതന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ, മതതീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോവുകയാണ്. കേരളത്തിലെ മദ്രസ പ്രസ്ഥാനം, ദീനീ സംരംഭങ്ങൾ, അവയൊക്കെ തന്നെ ഭീകരതയ്ക്ക് ഒരു ഘട്ടത്തിലും വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റിയിട്ടില്ല. ഭീകരവിരുദ്ധതയാണ് എല്ലാ മതസ്ഥാപനങ്ങളുടെയും മുഖമുദ്ര. അങ്ങനെ ആവണം. തീവ്ര വികാരങ്ങളും ചിന്തകളും വെച്ചു പുലർത്തുന്നവരെ ഒറ്റപ്പെടുത്തണം, അവരെ ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരണം. നമ്മളുടെ രാജ്യം ഒരു ബഹുമത സാമൂഹ്യ ഘടന നിലനിൽക്കുന്ന രാജ്യമാണ്. ഒരുപാട് മതങ്ങൾ, വിശ്വാസങ്ങൾ, വിഭാഗങ്ങൾ, ഭാഷകൾ എല്ലാം ഉണ്ട്. എല്ലാവരെയും ഒരു മതക്കാരാക്കുക എന്നുള്ളത് ഇസ്ലാം അഭിലഷിക്കുന്നേയില്ല. അള്ളാഹുവിന് എല്ലാവരെയും ഒരു മതക്കാരാക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അള്ളാഹു അതാക്കിയില്ല? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരേ ഭാഷ സംസാരിക്കുന്നവരാക്കാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം കഴിയുമായിരുന്നില്ലേ? എന്തേ അള്ളാഹു അത് ചെയ്തില്ല? ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വെള്ളത്തൊലിയുള്ളവരാക്കി സൃഷ്ടിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ നിഷ്പ്രയാസം കഴിയുമായിരുന്നില്ലേ? എന്തേ അള്ളാഹു അതിന് മുതിർന്നില്ല? ചെടികൾ സൃഷ്ടിച്ചപ്പോൾ തെങ്ങും കമുങ്ങും മാത്രം മതി എന്ന് അള്ളാഹു എന്തുകൊണ്ടാണ് വിചാരിക്കാതിരുന്നത്? ലക്ഷോപലക്ഷം വൃക്ഷലതാദികളെ എന്തിന് ഈ ഭൂമുഖത്ത് അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചു? പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചപ്പോൾ ഏതെങ്കിലും ഒരിനം പക്ഷിയെ, ഏതെങ്കിലും ഒരിനം മൃഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവയുടെ സൃഷ്ടിപ്പെനിക്കറിയാമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി അള്ളാഹുവിനെ പിന്തിരിയാമായിരുന്നില്ലേ? എന്തേ അള്ളാഹു അങ്ങനെ പിന്തിരിഞ്ഞില്ല? ലോകത്ത് മുഴുവൻ ഒരേ അന്തരീക്ഷം മതി. ഒരു സ്ഥലത്ത് ചൂട്, വേറൊരു സ്ഥലത്ത് തണുപ്പ്, വേറൊരു സ്ഥലത്ത് ചെന്നാൽ മഴ, നാലാമതൊരു സ്ഥലത്ത് ചെന്നാൽ മഴയും വെയിലും ഇടകലർന്നുണ്ടാകുന്ന സ്ഥിതി. ഇതൊക്കെ എന്തിനല്ലാഹു സൃഷ്ടിച്ചു? വൈവിധ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹുവാണ്, പടച്ച തമ്പുരാനാണ്, ലോകരക്ഷിതാവാണ് വൈവിധ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ആ വൈവിധ്യങ്ങളെ ഒന്നാക്കുവാനുള്ള നീക്കം അത് അല്ലാഹുവിന്റെ താൽപര്യത്തിനെതിരാണ്. എല്ലാവരെയും നമ്മളുടെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ ചുമതലയേ അല്ല, അത് നമ്മളുടെ ബാധ്യതയും അല്ല. സ്വർഗലബ്ധി സാധ്യമാകണമെങ്കിൽ ഒരു മുസ്ലിം ഒരാളെ തന്റെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ച് കൊണ്ടുവരണമെന്ന് വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആരെങ്കിലും വായിച്ച് പഠിച്ച് അവർക്കിഷ്ടപ്പെട്ട മതം സ്വീകരിക്കുന്നതിൽ നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടന എതിര് നിൽക്കുന്നുമില്ല. എല്ലാവരെയും നമ്മളുടെ മതക്കാരാക്കുക എന്നുള്ളത് നമ്മളുടെ ചുമതലയല്ല. അള്ളാഹുവിന്റെ പ്രവാചകനോട്
അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിന്റെ ഡ്യൂട്ടി പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിനക്ക് അവതീർണമായിട്ടുള്ള സന്ദേശം പ്രചരിപ്പിച്ചു കൊടുക്കുക. ആളുകൾ നിന്റെ മതത്തിലേക്ക് വരലും വരാതിരിക്കലും അതിനെ സംബന്ധിച്ച് ആശങ്ക പൂളലും നിനക്ക് ചേർന്നതോ നിന്റെ ഉത്തരവാദിത്വമോ അല്ല. ഇതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെയാണ് സൂഫി വര്യന്മാർ ലോകത്ത് പരിചയപ്പെടുത്തിയത്. ആ സൂഫി വര്യന്മാരുടെ വഴിയാണ് ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കണം ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് പ്രചരിപ്പിക്കേണ്ടത് എന്ന എന്റെ വിനീതമായ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. സമയം വൈകി, എല്ലാവരും വീട്ടിലെത്തുവാനുള്ള വലിയ ആഗ്രഹത്തിലും തത്രപ്പാടിലുമാണ്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സുന്നി പ്രസ്ഥാനവും ഈ സ്ഥാപനവും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്, ഊഷ്മളമായ വൈകാരികതക്ക് നന്ദി പറയാൻ എന്റെ പദാവലികളിൽ വാക്കുകളില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഡിക്ഷണറിയിൽ നോ എന്ന വാക്കില്ല. അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ ഹി ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. എന്റെ പദാവലികളിൽ നിങ്ങൾ കാണിക്കുന്ന, പ്രകടിപ്പിക്കുന്ന ഓരോ ഘട്ടത്തിലും ചെയ്ത സേവനങ്ങൾക്കും സഹായങ്ങൾക്കും പിന്തുണക്കും നന്ദി പറയാൻ വാക്കുകളില്ല. എന്റെ കടപ്പാടിന്റെ മൗനഭംഗി നഷ്ടപ്പെടുത്താതെ ഞാൻ അതെല്ലാം എന്റെ മനസ്സിന്റെ മണിച്ചപ്പിൽ സൂക്ഷിക്കുകയാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഒരേ ഒരു കാര്യം, ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ, ഇവിടെ പഠിക്കുന്ന അനാഥാലയത്തിൽ അന്തേവാസികൾ, പണ്ഡിതന്മാർ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരോടൊക്കെയുള്ള എന്റെ എളിയ അഭ്യർത്ഥന, ഈ വലിയ ഉത്തരവാദിത്തം അഴിമതിരഹിതമായി, നിഷ്പക്ഷമായി, നീതിയുക്തമായി നിർവഹിച്ചു മുന്നോട്ടു പോകുവാൻ ജഗന്നിയന്താവായ നാഥൻ തുണക്കട്ടെ എന്നെ എന്ന നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ സ്വീകരണത്തിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട പ്രതികരണം എന്നറിയിച്ചുകൊണ്ട് എല്ലാ മുന്നോട്ടുള്ള പ്രയാണവീഥിയിലും സർക്കാരിന്റെയും വ്യക്തിപരമായി എന്റെയും സാന്നിധ്യവും സാമീപ്യവും ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാർക്കും അദ്ദേഹത്തിന്റെ സംഘത്തിനും അദ്ദേഹം നടത്തുന്ന സ്ഥാപന സമുച്ചയങ്ങൾക്കും ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയിട്ടുള്ള സ്വീകരണത്തിനുള്ള നന്ദി, കടപ്പാട് വാക്കുകളിൽ രേഖപ്പെടുത്താൻ ഞാൻ അശക്തനാണ് എന്നറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.